ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രെൻഡ്സ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂരാണുള്ളത്. അപ്പോൾ തൃശ്ശൂരിന് പോയിട്ടില്ല ഇതുവരേക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ അശ്വിനി ജംഗ്ഷനിലുള്ള സുദിയോന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരാൻ പോകുന്നുണ്ട്. കുറച്ച് പ്ലാനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് നല്ല കോൾഡാണ്. അപ്പോൾ അത് കാരണം തന്നെ എന്താ പറയുക, എൻ്റെ ശബ്ദം ഇത്തിരി കൂടി ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എടുത്ത ഈ ഒരു ടീഷർട്ട് ആണ്. ഓക്കെ, ദേ ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ലെറ്റർ ഉണ്ട്, എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതിനാണ് അപ്പോൾ ദേ ഇങ്ങനെ എടുത്ത ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ കാരണം തന്നെ ഇത് എല്ലായിടത്തും ഓഫറാണ്, ഗംഭീര ഓഫറാണ് എല്ലായിടത്തും. എനിക്ക് തോന്നുന്നു ഈ മാസത്തോടെ ഓഫേഴ്സ് എല്ലാം അവസാനിക്കും. ഞാൻ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ എറണാകുളത്ത് ലുലുവിൽ, മാക്സിൽ, ട്രെൻഡ്സിൽ, സെൻറ്റർ സ്ക്വയറിൽ, പിന്നെ ലൈഫ് സ്റ്റൈലിനകത്ത്, ഗ്രാൻഡ് മാളിനകത്ത്, അങ്ങനെ എല്ലായിടത്തും തന്നെ സർവത്ര ഓഫേഴ്സാണ്. അതേപോലെ തന്നെ എല്ലായിടത്തും ഇഷ്ടംപോലെ എക്സിബിഷൻസും നടക്കുന്നുണ്ട്. ഇവിടെ തൃശ്ശൂർ 1-2 സ്ഥലത്ത് ഫെയർസ് നടക്കുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല, പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. തന്നെ ബസ് കയറി പോകാനുള്ള ഒരു മടി കൊണ്ട് മാത്രം പോകാതെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. എറണാകുളത്ത് കല്ലൂര് നടക്കുന്നുണ്ട്, ബാംബു ഫെസ്റ്റ് മെർച്ചൻസിൻ്റെ ഒരു എന്താ പറയുക, ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വനിതാ വിങ്ങിൻ്റെ ഒരു എന്താ പറയുക, എക്സിബിഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ എക്സിബിഷൻസ് ഒരുപാട് എറണാകുളത്ത് നടക്കുന്നുണ്ട്. തൃശ്ശൂർ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല, എങ്കിൽ പോലും ശക്തനിൽ എന്തോ ഒരു ഫെയർ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കണ്ടു. ഞാൻ പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി വിസിറ്റ് ചെയ്ത് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. ഓഫേഴ്സ് ഉള്ളപ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഓഫേഴ്സ് ഉള്ളപ്പോൾ പോവാതിരിക്കുന്നതാണ് ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഞാൻ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഓഫേഴ്സ് ഉള്ളപ്പോൾ പോകുമ്പോൾ നമ്മൾ ഡബിൾ വാങ്ങിക്കും. ഡബിൾ അത്യാവശ്യമുള്ളവർക്ക്, അതായത് ഒരുപാട് വാങ്ങിക്കാൻ സാധനങ്ങൾ പെൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ച കുറേ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് കിട്ടണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫെയർസും ഈ പറഞ്ഞ ഓഫേഴ്സും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം. അതല്ല പൈസ അനാവശ്യമായി സ്പെൻഡ് ചെയ്യേണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഓഫേഴ്സിൻ്റെ സമയത്ത് പോകരുത്. കാരണം 100 രൂപ അല്ലെങ്കിൽ 500 രൂപ ചിലവാക്കാമെന്ന് വിചാരിച്ച് പോകുന്ന നമ്മൾ 10, 250 രൂപ ചിലവാക്കും. ഞാനതൊരു വെറുതെ ഒരു റേഞ്ചിൽ പറഞ്ഞതാണ്. ആ ഒരു അത്രയും ഇരട്ടി നമ്മൾ ചിലവാക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്തായാലും ഞാൻ പോയി, എൻ്റെ കാശും പോയി. അത് ഞാൻ പറഞ്ഞ അപ്പോൾ ഞാൻ പോയി, എൻ്റെ കാശും പോയി. ഞാൻ പക്ഷെ പോയത് വെറുതെ കയറിയതാണ്. ഞങ്ങൾ വേറെ 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ റിലയൻസിൽ പോയപ്പോൾ വെറുതെ കയറിയതാണ്. അപ്പോഴാണ് ഇതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ചേട്ടനും ഇഷ്ടപ്പെട്ടു. ചേട്ടൻ വാങ്ങിച്ചോ എന്ന് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ വെറുതെ ഇതൊക്കെ എടുത്തിട്ട് ഇട്ട് നോക്കിയിട്ട് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചേട്ടൻ പറഞ്ഞു നീ അത് എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഓരോന്നായിട്ട് കാണാം. അധികമൊന്നുമില്ല, 4-5 ഡ്രസ്സേ ഉള്ളൂ. ഇത് വാങ്ങിക്കാൻ കാരണം ഇത് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ, എപ്പോഴും വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ ഞാൻ പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ അങ്ങനെ അതിന് പോകുമ്പോൾ 1-2 കാരണം ഇനി എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പക്ഷെ അതൊന്ന് വീട്ടിൽ പോയിട്ട് ഇവിടുന്ന് തൃശ്ശൂർക്ക് പോയിട്ട് അവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് പോകാൻ ആകെ 2 ഡേ ടൈം മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്തിനകത്ത് എനിക്കിതൊന്നും കഴിയില്ല. അതിനകത്ത് ബാഗ് പാക്ക് ചെയ്യണം, ഒക്കെ ചെയ്യണം. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് അവിടെ പോയിട്ട് എനിക്ക് പള്ളിയിൽ പോകാൻ മാത്രമേ വേണ്ടൂ, വേറെ ഒന്നിനും പുതിയ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് മാത്രം അതിന് വേണ്ടി ഒരെണ്ണം വാങ്ങിക്കാമെന്നുള്ള പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ കിട്ടിയപ്പോൾ വില കുറവാണല്ലോ. അപ്പോൾ ഇത്രയും ഡ്രസ്സുകളെല്ലാം കൂടിയിട്ട് ഞാൻ 1200 1500 രൂപയ്ക്ക് മറ്റോ വാങ്ങിച്ചിട്ടുള്ളത്. പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1500 രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടിയല്ലോ, എനിക്കത് മതി. എനിക്കിങ്ങനെ കുറേ വിലയുടെ വാങ്ങിക്കുന്നതിനേക്കാളും ഇഷ്ടം കുറച്ച് വിലയ്ക്ക് കുറേ എണ്ണം വാങ്ങിക്കുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വന്നിട്ട് ഈ ടീഷർട്ടാണ്, നല്ല രസമുണ്ട്. നല്ലൊരു ഗ്രേ കളർ ടീഷർട്ടാണ് വരണേ. അപ്പോൾ അതിനകത്തൊരു പിങ്ക് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ എടുത്തത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 599 ആണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ്. പക്ഷെ 299 ആണ് നമുക്ക് കിട്ടിയത്. ലാർജ് സൈസാണ് വരുന്നത്. XXL സൈസ് ഇരുന്ന ഞാൻ ഇപ്പോൾ ലാർജ് സൈസിലേക്കായി.
ഓക്കെ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചേട്ടന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്ര വലിയ ഭംഗി എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫിറ്റിംഗ് സ്കേർട്സ് ഭയങ്കര ഇഷ്ടമാണ്. സ്കേർട്സ് ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ സ്കേർട്സ് യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ചേട്ടൻ സ്കേർട്ട് എടുത്തോന്ന് ഈ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് വേണ്ടാന്ന് ചേട്ടൻ കുറേ പറഞ്ഞു, പക്ഷെ എനിക്കത് വേറെ ഒന്ന് രണ്ട് പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ തന്നെ മുറുകെ പിടിച്ചത് എനിക്ക് വേണം എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു ബ്ലാക്ക് സ്കേർട്ട്. അപ്പൊ ഈ ബ്ലാക്ക് സ്കേർട്ടിന് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് 2 പോക്കറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു പ്ലീറ്റഡ് പോക്കറ്റ്സ് ആണ്. പ്ലീറ്റഡ് പോക്കറ്റ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടിരുന്നാലും ഇവിടെ എത്തുമ്പോൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടോ, ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതല്ലാണ്ട് ഇവിടെ പ്ലീറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ ഇട്ടത് ഇങ്ങനെ വലുതാവും. അങ്ങനെയാണ് ഈ പ്ലീറ്റഡ് പോക്കറ്റ്സിന് ഒരു ഗുണമുള്ളത് കേട്ടോ. അപ്പൊ അതേ നല്ല വലിയൊരു 2 പോക്കറ്റ്സ് തന്നെയാണ്. ഫ്രണ്ടിൽ 2 വലിയ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ 2 ഡമ്മി പോക്കറ്റ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ. 2 ഡമ്മി പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വലിയൊരു സ്ലിറ്റും ഉണ്ട്. സ്ലിറ്റ് ഇച്ചിരി വലുതായ പോലെ നമുക്ക് തോന്നും, പക്ഷേ ഈ ഒരു സ്കേർട്ടിന് ഇത്രയും വലിപ്പമുള്ള ഓരോ ഇതിന് സ്യൂട്ട് ആവുന്ന ഒരു ലെങ്ത് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ലെങ്ത്തിലാണ് ഇവരിത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ലെങ്ത് ഇതിന് കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ അടിയിൽ ഷോർട്സ് ഇടുന്നതുകൊണ്ട് ഇപ്പൊ ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, ഈ സ്ലിറ്റ് ഒന്നും. ഓക്കെ, ഇത് വന്നിട്ട് മീഡിയം സൈസാണ്, 30 ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 799 ആണ്, നമുക്ക് 299 കിട്ടി. അപ്പൊ ഇങ്ങനെ ഓഫേഴ്സ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ മക്കളെ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഞാനിതൊന്നും വാങ്ങിക്കില്ല. ഈ 799 കൊടുത്താൽ ഞാൻ ഈ സാധനത്തിന് വാങ്ങിക്കില്ല. ഞാൻ ഓരോ സാധനങ്ങൾക്ക് ഒരു വില കാണും, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോ സാധനങ്ങൾക്ക് ഒരു വില കാണും, അതിനപ്പുറത്ത് വിലയാണെങ്കിൽ ഞാൻ ആ സാധനം വാങ്ങിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് ടൈപ്പ് ടീഷർട്ടാണ്. അതേസമയം ഈ സംഭവം ഉണ്ടല്ലോ ഭയങ്കര ചൂടാട്ടാ. ഇതിനകത്ത് ഇങ്ങനെ നമ്മളുടെ തണുപ്പത്തേക്ക് ഇടുന്ന കണ്ടാ, കോട്ടന്റെ നല്ല അന്തസ് ചൂട് അതിനകത്ത്. പിന്നെ മേടിച്ച് തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് മാറ്റേണ്ടത് കൈ പിടിച്ചത് ഞാൻ ഇട്ടപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അതേസമയം വേറെ സ്കേർട്ട് കൂടി മേടിച്ചിട്ടുണ്ട്, അതിനോട് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എടുത്തതാണ്. അപ്പൊ ഇതിൽ ബ്ലാക്ക് ആണ് നല്ലതായി. ഇതിന്റെ ഒരു ഡാർക്ക് പിങ്ക് ഉണ്ട്, ഡാർക്ക് ഗ്രീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും ഞാൻ വേണ്ടാന്ന് വെച്ചു. അത് ഇട്ടപ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല. ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെയും പോകും. അപ്പൊ അങ്ങനെ എടുത്തതാണ്. ഇതിന്റെ ഇറക്കം ഇച്ചിരി നല്ല കുറവാണ്. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് വേസ്റ്റ് ലൈനിന്റെ അവിടെ വന്നിട്ട് കുറച്ച് വീതിയിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവിന്റെ അവിടെയും കുറച്ച് വീതിയിൽ എലാസ്റ്റിക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതും വന്നിട്ട് ലാർജ് സൈസ് ആണ്. 599 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 299 റുപ്പീസിനാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ അതാണ്. ഇനി അടുത്തത് വന്നിട്ട് ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്, എനിക്കും ഇഷ്ടമാണ്. ഞാൻ മറ്റു കുട്ടികൾ ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എപ്പോഴും വാങ്ങണം എന്ന് വിചാരിക്കുകയും ചെയ്യും, പക്ഷെ ഞാനത് മറന്നുപോകും. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് സാധനങ്ങളൊന്നും കയറില്ല. ചേട്ടൻ എടുത്തുകൊണ്ട് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ എങ്ങനെ ഇടാൻ, ഇത്ര ഷോർട്ടായ ഡ്രസ്സ് ഞാൻ ഇടാറില്ലല്ലോ, പിന്നെ ഇത് എന്തിനാ, പിന്നെ എനിക്ക് പെട്ടെന്ന് ജീൻസിൻ്റെ അടിയിൽ ഇടാം, വെറുതെ കിട്ടിയത് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വേറെ ഐഡിയ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ജീൻസിൻ്റെ അടിയിൽ ഇടാമെന്ന് വിചാരിച്ചു, ജീൻസിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്താണ്. ഒരു ഷർട്ട് ടൈപ്പ് ഡ്രസ്സാണ് കണ്ടോ. ഇത്ര ഇറക്കേ ഉള്ളൂ കേട്ടോ, വലിയ ഇറക്കമൊന്നുമില്ല, പക്ഷെ ഉടുപ്പ് പോലെ തോന്നുകയും ചെയ്യും. നല്ല രസമുണ്ട്. ഇതിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ ബ്ലാക്കിൽ വൈറ്റ് കളർ ലൈൻസ് വരുന്നത്, അപ്പൊ അത് അടിപൊളിയായിരുന്നു കണ്ടാ. ഒരു സ്ലീവും ഒക്കെ അടിപൊളിയാണ്. അപ്പൊ ഇതും വന്നിട്ട് സൈസ് വന്നിട്ട് ലാർജ് ആണ്. പ്രൈസ് വരുന്നത് 699 ആണ്, 299 ആണ് ഇതിന് ഓഫറിൽ കിട്ടണേ. ഇഷ്ടം പോലെ ഓഫറിലുള്ളതുകൊണ്ട് വാരി നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ജീൻസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ജീൻസിന് വലിയ ഓഫറൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നണേ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ്. അപ്പൊ ഈ ഒരു സ്കേർട്ടാണ്, നല്ലൊരു ഡാർക്ക് ഐവറി ഷെയ്ഡ്, എന്താ പറയാ, സ്കേർട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇട്ട് നടക്കുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്കേർട്ടാണ്. ഇതും വലിയ ലെങ്ത് ഒന്നുമില്ല, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പൊ അങ്ങനെ എടുത്തതാണ്. 799 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ലാർജ് ആണ് സൈസ്, 32 ലാർജ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇതിന് ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പ് ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനകത്തും നമ്മൾ ഷോർട്സ് യൂസ് ചെയ്യണോണ്ട് ഒന്നും ലൈനിങ് ഒന്നും ഒരു വിഷയമായിട്ടുള്ള കാര്യമേ അല്ല നമുക്കിപ്പോൾ. അപ്പൊ ഇതിന്റെ കൂടെ ഈ ബ്ലാക്ക് ടോപ്പും ഗ്രേ ടോപ്പും ഇട്ടപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇഷ്ടപ്പെട്ടോണ്ടാണ്, അങ്ങനെ പെയർ ചെയ്ത് ഇഷ്ടപ്പെട്ടോണ്ടാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിക്കാൻ തന്നെ കാരണം. നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ വേറെയും പുതിയ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ അതൊക്കെ വരുന്നു വിചാരിക്കാം. ഹോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഹോൾ വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, ഇവിടെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, റെസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസത്തെ ഓട്ടത്തിന് ശേഷം ഇവിടെ വന്നിട്ട് നല്ല റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ദിവസങ്ങളിലെല്ലാം കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലാസ്സിലത്തെ ആണെങ്കിൽ ഒരുപാട് എഴുതാനുണ്ട്, റെക്കോർഡ്സൊക്കെ കൊണ്ടുവന്നാൽ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ എഴുതണില്ല, തൽക്കാലം റെസ്റ്റ് ചെയ്യണം.
കാരണം ഇപ്പോൾ കുറച്ച് ദിവസത്തെ പെരുന്നാളിൻ്റെ തിരക്ക് കഴിഞ്ഞിട്ട് നല്ല വയ്യായി ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റ് വൺ കാണിക്കുന്നുണ്ടല്ലോ, ഇത് എൻ്റെ സ്വന്തം കൃതി ആയതുകൊണ്ട് ഒന്ന് പ്രൊമോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി ക്രിസ്മസിന് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്തൊരു മെറൂൺ കളർ, ഇത് എനിക്കൊരു കട്ട് പീസായിട്ട് കിട്ടിയതാണ്. 1 മീറ്റർ തികച്ചില്ല കേട്ടോ, അങ്ങനത്തെ ഒരു പീസാണ്. അപ്പോൾ യോക്ക് കൊടുത്തു, പ്ലസ് 1/2 മീറ്റർ 3/4 മീറ്ററിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ, 60-70 പോയിന്റ്സ് എങ്ങാനും ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ സ്ലീവിന് തുണി തികയില്ലായിരുന്നു, ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വെട്ടിക്കിട്ടിയ ചെറിയൊരു പീസാണിത്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് സ്ലീവിന് തികയാത്തതുകൊണ്ട് തന്നെ ഞാനപ്പോൾ വിചാരിച്ചു ഒരു ബട്ടർഫ്ലൈ സ്ലീവ് അടിക്കാമെന്ന് വിചാരിച്ചു. പ്ലസ് എനിക്ക് ആ പാറ്റേൺ പഠിക്കാമല്ലോ, ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു പാറ്റേൺ പഠിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്കിഷ്ടമാണ് ഈ ഒരു സ്ലീവ്. പക്ഷേ ഇത് എന്ത് ചെയ്യണത്, ഇതാണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഷോർട്ട് സ്ലീവ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് ചില ഡ്രസ്സിൻ്റെ കൂടെ സ്ലീവ്ലെസ് പോലെ നല്ലതായിരിക്കും. അപ്പോൾ ചിലർക്ക് സ്ലീവ്ലെസ് ഇടാൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം, നല്ലതാണ്. എനിക്ക് ഇങ്ങനത്തെ സ്ലീവ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചൊരു ഫാൻസി ലുക്കും ഒക്കെ കിട്ടാനായിട്ട് ഇത് ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതാണ്. പിന്നെ താഴത്തേക്ക് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്ത ആ ഐവറിയുടെ തന്നെ വേറൊരു ഡാർക്ക്, എന്താ ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. എന്തായാലും ഈ ഒരു ബുട്ടാസിൻ്റെ ഇത് കളർ കറക്റ്റ് മാച്ചിങ് ആണ്. അപ്പം അങ്ങനെ വന്നിട്ടുള്ളൊരു സ്കേർട്ട് പാർട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അംബ്രല്ല സ്ലീവിൽ പ്ലീറ്റ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതേ അംബ്രല്ല സ്ലീവിൽ ബോക്സ് പ്ലീറ്റ് ആണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ ബോക്സ് പ്ലീറ്റ് വന്നിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കണം കേട്ടോ. അപ്പം ഞാൻ എന്താ വെച്ചാൽ അത് ഞാൻ മറന്നുപോയി. ഇതിവിടെ നമ്മൾ എന്തെങ്കിലും ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഫ്ലെയർ ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ എന്താ വെച്ചതേ കണ്ടോ, ഇങ്ങനെ ഇത് അടഞ്ഞു നിൽക്കുമ്പോൾ ഇവിടെ ഒരു പ്ലീറ്റ് ഉണ്ടെന്നുള്ളത് അത്രയ്ക്ക് അറിയില്ല, കണ്ടോ, ഇങ്ങനെ അറിയില്ല. അതേസമയം ഇവിടുത്തെ ആ ഒരു ചുളിവ് കണ്ട, ആ ഒരു ഫ്ലെയർ നന്നായിട്ട് ഇങ്ങനെ കിടക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് വേണ്ടത്. ഇപ്പം ഇങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ വലിയ വൃത്തികേടായിട്ടൊന്നും എനിക്ക് തോന്നുന്നൊന്നുമില്ല. കണ്ട, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്ലെയർ ഉണ്ട് കേട്ടോ. ദേ ഇത്ര ഫ്ലെയർ ഉണ്ട് കണ്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫ്ലെയർ ഇതുണ്ട് കണ്ട. അപ്പോൾ യോക്കും ഇത് തന്നെയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഞാൻ സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദേ ബാക്കിൽ സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വന്നിട്ട് ഒരു വി നെക്കാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ. You're mine for sure.